നോയമ്പ് ആരുടെയും നേരെ അമ്പറിയാത്തൊരു നോയമ്പ്. നോയമ്പ് ആരുടെയും നേരെ അമ്പറിയാത്തൊരു നോയമ്പ്. നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. ജോയൽ 2:13. ജോയലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യമാണ്. ഇത് നോയമ്പിൻ്റെ 3-ാമത്തെ കൊച്ചെപ്പിസോഡാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നോയമ്പെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ. നോ അമ്പ്, ആരുടെയും നേരെ അമ്പെറിയാത്ത ഒരു നോയമ്പ്. നമുക്ക് ഈ ആഹാരവും മീനും ഇറച്ചിയും ഉപേക്ഷിക്കുക പാടാണ്. അതിലും 10 ഇരട്ടി പാടാണ് മനസ്സിൽ ആരോടും വെറുപ്പില്ലാതെ ഒരു നോമ്പ് കടന്നു പോകാൻ. ഞാനിങ്ങനെ ചിന്തിക്കാൻ കാര്യം, കുട്ടനാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഇത്തവണ എന്നോട് പറഞ്ഞു, ഞാൻ മീനും ഇറച്ചിയൊന്നും ഉപേക്ഷിക്കത്തില്ല, അവസാനത്തെ ഒരാഴ്ചയെ നോമ്പ് നോക്കത്തുള്ളൂ. പക്ഷെ ഞാൻ ഈ വർഷം ശ്രമിക്കുന്നത് എനിക്കൊരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. എനിക്ക് ചിലരോടൊക്കെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വിരോധഭാവങ്ങൾ വരും, നെഗറ്റീവ് എനർജി വരും. ഞാൻ നേരിട്ട് അവരോട് എതിർക്കാനൊന്നും പോകത്തില്ല, പക്ഷേ എനിക്കെപ്പോഴും ഒരുപാട് ദേഷ്യം വരും. ഈ പ്രാവശ്യം നോമ്പിൽ ഞാൻ അതിനെ നുള്ളാൻ ശ്രമിക്കുന്നു. ഈ പ്രാവശ്യം നോമ്പിന് ഞാൻ അവയോട് എതിർക്കാൻ ശ്രമിക്കുന്നു. നോ അമ്പ്, ആർക്കുമെതിരെ ശരമെറിയാത്ത, അമ്പെറിയാത്ത ഒരു നോമ്പ്. ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഓർക്കുക. വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സഹോദരനെ, ഒരു സ്നേഹിതൻ എന്നെ വ്യസനിപ്പിച്ചു, ഒരുപാട് മുറിവേൽപ്പിച്ചു. ഇപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ഒരല്പം പുഞ്ചിരിയോടെയാണ് പറയുന്നെങ്കിലും അന്ന് ഞാൻ തളർന്നു പോയി. എനിക്ക് ഉറക്കം പോയി, ഉണ്ണാൻ പറ്റുന്നില്ല, കുർബാന തെറ്റിപ്പോകുന്നു, ബോഡിയുടെ ടെമ്പറേച്ചർ മാറിപ്പോയി, ഞാൻ വേറെ ഏതോ ലോകത്തോട്ട് പോയി. ഞാനങ്ങനെ ധ്യാനം കൂടി. അന്നാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നത്. നൈക്കമ്പറമ്പച്ചനായിരുന്നു ശുശ്രൂഷ ചെയ്തിരുന്നത്. അച്ഛനെ കാണാൻ ഭാഗ്യം കിട്ടി. അച്ഛൻ്റെ അടുത്ത് പോയി എൻ്റെ വിഷമം ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഉണ്ണാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, മനസ്സിൽ മുഴുവൻ കോപം, വല്ലാത്ത നെഗറ്റീവ് എനർജി, എനിക്ക് വല്ലാത്ത പ്രതികാരദാഹം, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അച്ഛാ, എനിക്ക് ഉറക്കം പോലും, കുർബാനയൊക്കെ തെറ്റിപ്പോകുന്നു. അച്ഛൻ എന്നെ സമാധാനത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, ഷാജി അച്ഛാ, ഇതൊരു ചെറിയ കാര്യമാണ്. നോമ്പ് നോക്കുമ്പം ഈ ആഹാരം പരിത്യജിക്കുന്ന പോലെ, ഇപ്പം ഇറച്ചിയും മീനും കൂട്ടാത്തത് പോലെ അന്ന് ഞാൻ കൊച്ചച്ഛനൊരു 3 ആഴ്ച അച്ഛനെ വിഷമിപ്പിച്ച, അച്ഛൻ്റെ ചങ്കിനിട്ട് കുത്തിയ, ഒരു പക്ഷേ ജീവിതം കുളം തോണ്ടി എന്ന് അച്ഛൻ വിചാരിക്കുന്ന ഈ മകനെ 3 ആഴ്ച ക്രൂശിതനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കണം. എനിക്ക് അതത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. കാരണം ഇടിച്ച് ചമ്മന്തിയാക്കി ചവിട്ടിക്കുത്തി പറപ്പിക്കാനുള്ള ദേഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച മനുഷ്യരോട് നമുക്കെങ്ങനെ പൊറുക്കാൻ പറ്റാനാ? ഈ ജന്മം പൊറുക്കാൻ എളുപ്പമല്ല. എനിക്കവനെ ചമ്മന്തിയാക്കാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ അച്ഛനെ പ്രതി ഞാൻ 3 ആഴ്ച അനുഗ്രഹിച്ചു. നോമ്പെടുക്കുന്ന പോലെ, ഇറച്ചി മീനും കണ്ടാൽ കൊതിയുണ്ടെങ്കിലും തൊടാത്തതുപോലെ ഞാൻ ഈ വ്യക്തിയെ അനുഗ്രഹിച്ചു. ക്രൂശിതനായ യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാനിങ്ങനെ ഒരു തത്ത പറയുന്ന പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2-3 ആഴ്ച പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനയെ അങ്ങ് ദൈവം സ്വീകരിച്ചു. അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആരെക്കുറിച്ച് പ്രാർത്ഥിച്ചോ ആ വ്യക്തി ഒരു ഒടങ്കൊല്ലി സൈക്കിൾ, ഒരു പീറ സൈക്കിൾ ഉണ്ടായിരുന്ന ഈ വ്യക്തിക്ക് കർത്താവ് ഒരു ബൈക്ക് കൊടുത്തു. ഒരു ബൈക്ക്, പിന്നെ ബൈക്കിലാണ് ഇവൻ്റെ യാത്ര. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പരിഭ്രമിച്ച്, കർത്താവേ, എന്നാലും ഇങ്ങനെ അവനെ അങ്ങ് അനുഗ്രഹിച്ചാലോ, മനസ്സിൽ വിഷമം വരികയാണ്. എനിക്ക് വല്ലാത്ത പകയും വിഷമം വരിക. കർത്താവ് അവനെ അനുഗ്രഹിച്ച് കളഞ്ഞു. എൻ്റെ ഉള്ളിൽ ഒരു ബുദ്ധി ദൈവത്തിന് ഉപദേശിച്ചു കൊടുക്കുക, കർത്താവേ, ഏതായാലും കൊടുത്ത ബൈക്കൊന്നും തിരിച്ച് മേടിക്കണ്ട, എന്നാലും ഈ എന്നെ ചതിച്ച ഈ ക്രൂരൻ ഇവൻ ബൈക്കിൽ നിന്ന് വീണ് മുട്ടൊടിഞ്ഞ് കിടക്കണം. അതെൻ്റെ ഒരു ഉള്ളിൽ ആരോടും നമ്മൾ പറയുന്നില്ല, പക്ഷെ ഇവൻ വശം കെട്ട് കിടക്കണം.
ഇവൻ തളർന്ന് കിടന്നിട്ട് ഇവൻ ആലോചിക്കണം, അവൻ ആ ഭാരത്തിൽ കിടന്ന് ഞെളിവിരി കൊള്ളണം. ഒന്ന് നോക്കിക്കേ, 3 ആഴ്ച അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, ആരോടും അമ്പില്ലെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ മനസ്സിൽ വെറുപ്പില്ല, ഞാൻ വലിയ പ്രാർത്ഥനയാണ്, എൻ്റെ മനസ്സിൽ ലവലേശം ആരോടും വെറുപ്പില്ലെന്ന് എൻ്റെ വിചാരം. പക്ഷെ എനിക്ക് മനസ്സിലായി, 3 ആഴ്ച ഞാൻ അഭിനയിക്കുകയായിരുന്നു, എൻ്റെ ഉള്ളിൽ ഇപ്പോഴും പകയാണ്, കൂരമ്പാണ്. 2 വർഷത്തോളം എൻ്റെ മനസ്സിലെ അമ്പിനെ കെടുത്താൻ ഈ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഒടുവിൽ ആലപ്പുഴയിൽ ഒരു പള്ളിയിൽ വെച്ച് കുർബാന കൊടുക്കുന്ന സമയത്ത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ച ഈ വ്യക്തി 5-8 അച്ഛന്മാർ കുർബാന കൊടുക്കാനുണ്ടായിരിക്കെ എൻ്റെ കയ്യിൽ നിന്ന് വന്ന് ഈശോയെ വാങ്ങി. അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹം വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഈശോയെ വാങ്ങി എന്നുള്ളതിനേക്കാൾ എൻ്റെ ചങ്കിൽ ഞാൻ വർഷങ്ങൾ സൂക്ഷിച്ചിരുന്ന വെറുപ്പിൻ്റെ അമ്പ് ഒടിഞ്ഞുപോയി, അതിൻ്റെ മുന ഒടിഞ്ഞുപോയി. ഞാൻ വന്ന് വചനം തുറക്കുമ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്നെ അന്നും ഇന്നും എന്നും പിടിച്ചു നിർത്തുന്ന ഒരു വചനം കാണുകയാണ്. ക്ഷമാശീലൻ കരുത്തനേക്കാൾ ശക്തനാണ്. സുഭാഷിതങ്ങൾ 16:32. അത് നിങ്ങൾക്ക് മുഴുവൻ പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിവില്ലാഞ്ഞ ആളാണ് ഞാൻ. അത്ര ഭീരുവായിരുന്നു. എന്തൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നെന്നറിയാമോ? ഇന്നും അതിൻ്റെ ബാക്കിയുണ്ട് എനിക്ക്. പക്ഷേ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, ലളിതമായിട്ട് മിണ്ടാൻ പറ്റില്ല, മനുഷ്യൻ്റെ കണ്ണിലേക്ക് നോക്കാൻ പറ്റില്ല, നിൽക്കുമ്പോൾ ആലില പോലെ വിറയ്ക്കും. പക്ഷേ വർഷങ്ങളെടുത്ത് എൻ്റെ ഹൃദയത്തിൽ ഒരു നോ അമ്പ്, ആരോടും അമ്പെറിയില്ല എന്ന അർത്ഥത്തിൽ ഈ വ്യക്തിയോടുണ്ടായിരുന്ന പകയുടെ അമ്പിനെ ഞാൻ ഒടിച്ചു കളഞ്ഞപ്പം എനിക്ക് എങ്ങുമില്ലാത്ത കരുത്ത് കിട്ടി. പിന്നീടാണ് ഈ ചെറിയ ശുശ്രൂഷകളാണെങ്കിലും അന്ന് തൊട്ട് 2003-4 ശേഷമാണ് സുവിശേഷം പറയാൻ തുടങ്ങിയത്. ക്ഷമാശീലൻ കരുത്തനേക്കാൾ ശക്തനാണ്. സുഭാഷിതങ്ങൾ 16:32. നിങ്ങൾക്കൊരാൾക്കെങ്കിലും ഈ പകയുടെ ഒരു അമ്പ് നൊടിക്കാൻ, നോ അമ്പ്, നോ ആർക്ക് ടു എനിവൺ, ആരുടെയും നേരെ അമ്പറിയാത്ത ഒരു നോയമ്പിന് ഒരു ചെറിയ വാശി, ഒരു കുഞ്ഞു വാശി ഉണ്ടാകാൻ ഇടവന്നാൽ അത് വലിയ ഭാഗ്യമാണ്. നമുക്ക് അല്പസമയം ആരാധിക്കാം. നോയമ്പ് ആരുടെയും നേരെ അമ്പറിയാത്തൊരു നോയമ്പ്. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോയൽ 2-ാം അധ്യായം ഈശോയുടെ മുമ്പിൽ വെച്ച് നമുക്ക് പറയാം. വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്, വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. കർത്താവേ, എൻ്റെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ എനിക്കിപ്പോഴും സാധിക്കാത്തപ്പം അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ കണ്ണുനീരോടെ കുമ്പിടുന്നു. ഞാൻ സഹോദരനോട് കാണിക്കാത്ത അലിവ്, ഞാൻ എൻ്റെ രക്തബന്ധങ്ങളോട് കാണിക്കാത്ത കരുണ, ഞാൻ എൻ്റെ സ്വന്തം സഹോദരന്മാരോട് കാണിക്കാത്ത ക്ഷമ, കർത്താവെ അങ്ങ് തരുവാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നവനാണ് ഞാൻ. കർത്താവെ, എൻ്റെ ഹൃദയം കീറാൻ അങ്ങനെ പഠിപ്പിക്കണമേ. അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ വലിയ കരുണ, എൻ്റെ വലിയ പാപങ്ങൾ പുറത്ത് എന്നോട് കാണിച്ച വലിയ ദയാവായ്പ് അതോർത്ത് ഒരൊറ്റ നിമിഷമെങ്കിലും കരയാനും എൻ്റെ ഉള്ളിൽ നീണ്ടു നിൽക്കുന്ന പക സൂക്ഷിക്കാതിരിക്കാനും അങ്ങ് എന്നെ പഠിപ്പിക്കണമേ.
വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്, കീറേണ്ടത്. പരമപരിശുദ്ധനായ കർത്താവേ, ക്ഷമാശീലൻ കരുത്തനേക്കാൾ ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞ് സുഭാഷിതങ്ങളുടെ ഗ്രന്ഥം പറയും പോലെ ക്ഷമാശീലൻ കരുത്തനേക്കാൾ ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞ് ക്ഷമ കാണിച്ച് ശക്തി കാണിക്കാൻ, ക്ഷമിച്ച് കരുത്തനാകുവാൻ, ക്ഷമിച്ചുയർക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ ഇന്നും വിഷാദത്തിൽ കിടക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം, ഞാൻ ഇന്നും തലതാഴ്ത്തുന്നതിൻ്റെ പിന്നിലെ കാര്യം എനിക്ക് ക്ഷമിക്കാനുണ്ട് കർത്താവ്, എനിക്ക് പൊറുക്കാനുണ്ട്. ഒരുപാട് പേരോട് അക്ഷമയും അസ്വസ്ഥതയും ഞാൻ സൂക്ഷിക്കുന്നു കർത്താവ്. എന്നെ എടുത്തുചാട്ടത്തിൽ നിന്നും, എന്നെ മുൻകോപത്തിൽ നിന്നും, അഥവാ മുൻകോപത്താൽ ഞാൻ മലിനപ്പെട്ടാൽ നീണ്ടു നിൽക്കുന്ന പകവഴി ഞാൻ അശുദ്ധനാകാതിരിക്കാൻ നിൻ്റെ കരുണയുടെ കരം കൊണ്ട് എന്നെ പൊതിയണമേ. ഞാൻ അങ്ങേ ആരാധിക്കുന്ന കർത്താവ്, ഞാൻ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. ഞാൻ മൂലം മുറിപ്പെട്ട സകല മനുഷ്യർക്കും വേണ്ടി, ഞാൻ മൂലം നശിച്ചുപോയ സകല മനുഷ്യർക്ക് മുമ്പ് വേണ്ടി ഒരു നിമിഷം നിൻ്റെ മുമ്പിൽ അടിയൻ കുമ്പിടുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, ആർക്കുമെതിരെ അമ്പെറിയാത്ത, ആരെയും നോവിച്ച് രസിക്കാത്ത, ആരുടെയും ചോര കണ്ട് ചിരിക്കാത്ത ഒരു വിശുദ്ധ ഹൃദയം എനിക്ക് നൽകണമേ. എന്നെ മുറിപ്പെടുത്തിയ കഥകൾ പറഞ്ഞ്, എന്നെ വേദനിപ്പിച്ച കഥകൾ പറഞ്ഞ് ഞാനും പകരത്തിന് പകരം ചെയ്യുന്നവനാകാതെ, വ്രണിതമാണ്, മുറിവേറ്റതാണ് എൻ്റെ ഹൃദയമെങ്കിലും കണിശമായും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന വാശിയും ദൈവിക സ്നേഹവും എനിക്ക് നൽകണമേ. എൻ്റെ ഹൃദയത്തിന് മുറിവുണ്ട്, പിടച്ചിലുണ്ട്, ഭാരമുണ്ട്, മറ്റുള്ളവർ എന്നെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ചോര കണ്ട് ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എൻ്റെ ഹൃദയത്തെ മലിനപ്പെടുത്താതിരിക്കട്ടെ. എനിക്കതൊക്കെ ലഭിച്ചെങ്കിലും, എൻ്റെ ഭാഗധേയം എപ്പോഴും മുറിവായിരുന്നെങ്കിലും തിരിച്ച് കരുണ കൊടുക്കാൻ, തിരിച്ചനുഗ്രഹം കൊടുക്കാൻ, തിരിച്ച് ക്ഷമിക്കാൻ, തിരിച്ചമ്പെയ്യാതെ അനുഗ്രഹം മാത്രം കൊടുക്കാൻ ദിവ്യകാരുണ്യ ഈശോയെ ഞാൻ അങ്ങ് ആരാധിക്കുന്നു. എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലാക്കണമേ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് അമ്പുകൾ പുറപ്പെടാതിരിക്കട്ടെ. നോ അമ്പ്, ഒരമ്പുമില്ലാത്ത വിശുദ്ധ ഹൃദയം എന്നിൽ വച്ച് പിടിപ്പിക്കണമേ. നിൻ്റെ ഹൃദയത്തെ ഞാൻ ആരാധിക്കുന്നു, നിൻ്റെ സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നോയമ്പ് ആരുടെയും നേരെ അമ്പെറിയാത്ത